ഇനി 30ാമത്തെ പാഠത്തിൻ്റെ മശക്ക് നോക്കിക്കോളി. പഠിയെ ഒരു സമച്ചിയെ. ഒന്നാമത്തെ ഭാഗം വായിക്കുക, മനസ്സിലാക്കുക. ഒന്നാമത്തെ വാക്കെന്താ? രംഗത്ത്. രംഗത്ത് എന്ന് പറഞ്ഞാൽ രംഗ്, നിറം, കളർ. ബൻ. ബൻ എന്ന് പറഞ്ഞാൽ കാട്, ജംഗൽ. മൂന്നാമത്തത് കൂക്ക്. കൂക്ക് എന്ന് പറഞ്ഞാൽ കുയിലിൻ്റെ ശബ്ദം. കോയൽക്ക ആവാസ്. ആവാസ് എന്ന് പറഞ്ഞാൽ ശബ്ദം എന്നാണ് അർത്ഥം. നിറാലി. നിറാലി എന്ന് പറഞ്ഞാൽ എന്താ? അനൗഖി, സമാനതകളില്ലാത്തത്, അതുല്യമായത്, അപൂർവമായത് എന്നൊക്കെയാണ് അനൗഖി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അതാണ് നിറാലി. കുയിലിൻ്റെ ശബ്ദം സമാനതകളില്ലാത്തതാണ്, അത്രയും ഭംഗിയാണ് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് സൂചിപ്പിച്ചിരുന്നത്. അടുത്ത വാക്ക് ലുത്തുഫ്. ലുത്തുഫ് എന്ന് പറഞ്ഞാൽ മസ, ആനന്ദം എന്നാണ് അർത്ഥം. ഉല്ലാസം, ആനന്ദം എന്നൊക്കെ അർത്ഥം. റഹബത്ത്. റഹബത്ത് എന്ന് പറഞ്ഞാൽ ഷൗക്ക്, ലഗാവ്, താല്പര്യം, ആഗ്രഹം എന്നൊക്കെ പറയാം. ഉൽഫത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഉൽഫത്ത്. ഉൽഫത്ത് എന്ന് പറഞ്ഞാൽ മുഹബത്ത്, സ്നേഹം. പിന്നെ നക്കാലി, നക്കല്, ഇമിറ്റേഷൻ, അനുകരിക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനുകരിക്കുക. നക്കാലി എന്ന് പറഞ്ഞാലും നക്കൽ എന്ന് പറഞ്ഞാലും അനുകരിക്കുക എന്നാണ് അർത്ഥം. ഇനി സെക്കൻഡ് പാർട്ട്, സോച്ചിയോർ ബത്തായി. ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മുടെ ലാസ്റ്റ് ഭാഗത്ത് വരുന്ന പാഠങ്ങളിലാണ് ഉണ്ടാവുക. നമ്മളെ ക്വസ്റ്റ്യൻ പാറ്റേണിലുണ്ടായിരുന്നു ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ളത് ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഭാഗത്തു നിന്നുള്ള, അതായത് അക്ഷരങ്ങളും വാക്കുകളും പഠിക്കാനുള്ള ഭാഗത്തു നിന്ന് വാക്കുകളെ ചോദിക്കുള്ളൂ. ഇത്തരം ചോദ്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതാനുള്ള ചോദ്യങ്ങൾ ചോദിക്കൂല. അത് ഈ ലാസ്റ്റ് പാഠത്തിൽ 5-6 പാഠത്തിൽ വരുന്ന കവിതയും കഥയൊക്കെ ആയിട്ടുള്ള പാഠത്തിൽ വരുന്ന ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ. അപ്പോൾ അത് പഠിച്ചു വെക്കൽ നിർബന്ധമാണ് പരീക്ഷയ്ക്ക്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ചോദ്യം, കോയൽക്കോ ബൻ മേ ഷോർ മച്ചാനെ വാലി ക്യോं കഹാ ഗയാ ഹേ. ബൻ മേ ഷോർ മച്ചാനെ വാലി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കാട്ടിൽ ശബ്ദമുണ്ടാക്കുന്നവൾ, ഒച്ചപ്പാടുണ്ടാക്കുന്നവൾ എന്നായിരുന്നു അർത്ഥം. അപ്പോൾ കോയൽക്കോ, കുയിലിനെ ബൻ മേ ഷോർ മച്ചാനെ വാലി എന്ന് ക്യോं കഹാ ഗയാ ഹേ, എന്തുകൊണ്ടാണ് പറയുന്നത്? ക്യോं എന്തുകൊണ്ട്, കഹാ ഗയാ ഹേ പറയുന്നു, എന്തുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കുയിൽ കാട്ടിൽ ഏതെങ്കിലും മരത്തും ഇരുന്നിട്ടാണ് പാട്ട് പാടുന്നത് അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അതെങ്ങനെയാണ് എഴുതുക? അത് പുസ്തകത്തിൽ ഡീറ്റെയിൽ ആയിട്ട് അതിനുള്ള വരില്ല, എന്നാൽ നമ്മൾ ഈ വാക്ക് ശ്രദ്ധിച്ച് കേട്ടിട്ട് എഴുതിയാൽ മതി. കോയൽ ബൻ മേം കിസി ദറഖ്ത് പർ ബൈഠ് കർ കൂക്ക് കർത്തേ ഹേ, അല്ലെങ്കിൽ കൂ കർത്തേ ഹേ ഓർ ഷോർ മച്ചാത്തേ ഹേ എന്നൊക്കെ പറഞ്ഞാൽ മതി. അതുമ്മ ഇരുന്നിട്ടാണ് എന്താകുന്നത്? ശബ്ദമുണ്ടാക്കുന്നത്. ഏതെങ്കിലും മരത്തിൻ്റെ കൊമ്പിൽ ഇരുന്നിട്ടാണ് ശബ്ദമുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ കോയൽ ജംഗൽ की किसी दरख्त पर बैठकर शोर मचाती है, इसलिए कोयल को वन में शोर मचाने वाली कहा गया है എന്നാണ് അതിൻ്റെ ഉത്തരം എഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? ബാഗ് കാ മാലി ക്യോं ഖുശ് ഹോത്താ ഹേ, എന്തുകൊണ്ടാണ് തോട്ടം നോക്കുന്ന ആൾ സന്തോഷവാനാകുന്നത്? എന്ത് കേട്ടുകൊണ്ടാണ്? കൂക്ക് കോ തേരി കൂക്ക് കോ, അല്ലെങ്കിൽ കോയൽ की കൂക്ക് കോ സുൻതാ ഹേ, कोयल की कूक को सुनकर बाग का माली खुश होता है. कोयल की कूक को सुनकर बाग का माली खुश होता है. അതായത് കുയിലിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് തോട്ടക്കാരൻ സന്തോഷവാനാകുന്നത്. മൂന്നാമത്തെ ചോദ്യം എന്താണ്? കോയൽ. അത് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം രണ്ടാമത്തെ പാരഗ്രാഫിൽ 3-4 വരികളിലായിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം, കോയൽക്കോ കിസ് ചീസ് സെ റഹബത്ത് ഹേ, ഏത് വസ്തുവിനോടാണ് കുയിലിന് താല്പര്യമുള്ളത്, ആഗ്രഹമുള്ളത്? ഏതിനോടാ? മാങ്ങയോടാണ് അല്ലേ? തുജുക്കോ ആമോം സെ റഹബത്ത് ഹേ, അല്ല, അവിടെ നിനക്ക് മാങ്ങകളോട് താല്പര്യമുണ്ടെന്നാണ് കവിതയിലുള്ളത്. നമ്മൾ ഉത്തരം എഴുതുമ്പോൾ കോയൽക്കോ ആമോം സെ റഹബത്ത് ഹേ, കുയിലുകൾക്ക് മാങ്ങകളോടാണ് താല്പര്യമുള്ളത്. പിന്നെയോ കോയൽക്ക് കൂക്ക് കോ നിരാലി ക്യോं കഹാ ഗയാ ഹേ, കുയിലിൻ്റെ ശബ്ദത്തെ എന്തുകൊണ്ടാണ് അപൂർവമാണ്, അതുല്യമാണ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? വേറെ ആർക്കും അതുപോലെ അനുകരിക്കാൻ കഴിയില്ല. കിസിക്കോ ഉസ്കോ നക്കൽ കർന നഹീം സക്തേ ഹേ എന്ന് എഴുതിയാൽ മതി. കോയൽ की आवाज़ को, कोयल की कूक को किसी को नकल करना नहीं सकता है എന്നാണ് അതിൻ്റെ ഉത്തരം എഴുതേണ്ടത്. ഇനി മൂന്നാമത്തെ ചോദ്യം, നീച്ചെ ദിയെ ഹുയെ മസ്റഔം കോ മുക്കമ്മിൽ കീജിയെ, ഇതൊക്കെ എന്താവണം? പൂർത്തിയാക്കാനാണ്. ബാഗ് മേം തേരി എന്താണ്? റട്ട് കൂക്കി. ബാഗ് മേം തേരി റട്ട് എന്താണ് അർത്ഥം? ആവർത്തിക്കുക, റിപ്പീറ്റേഷൻ. നമ്മൾ പറഞ്ഞിരുന്നു റട്ട് എന്നാണ് അവിടെ ഉള്ളത്.
രണ്ടാമത്തെ ചോദ്യം എന്താ? ആം കി ബാഗോം സെ ഉൽഫത്ത് ഹെ, തേരി സൂറത്ത് ഭോലി ഭാലി, ബൻമേ ഷോർ മച്ചാനെ വാലി. അങ്ങനെയാണ് ആ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. നാലാമത്തെ ചോദ്യം എന്താണ്? നാലാമത്തെ മഷ്ക്, നീച്ചെ ദിയെ ഗയെ പരിന്തോ കെ സാമനെ ഉൻകി ബോലി ലിഖിയേ. താഴെയുള്ള പക്ഷികളുടെ അടുത്ത് അവരുടെ ശബ്ദം എന്താണ് എന്നെഴുതാനാണ് ചോദ്യമുള്ളത്. അതിൽ ഒന്നാമത്തെ ഏതാണ്? ഒന്നാമത്തെ പക്ഷി മൈനയാണ്. മൈനക്ക് ഉറുദുവിലും മൈന അല്ലെങ്കിൽ മേന എന്നൊക്കെയാണ് പറയാം. മൈനൻ്റെ ശബ്ദം എന്താണ്? ചൂം ചൂം എന്ന് പറഞ്ഞിട്ടാണ് മൈന ശബ്ദം ഉണ്ടാക്കുക. രണ്ടാമത്തെ ചിത്രം ഏതാണ്? രണ്ടാമത്തെ ചിത്രം കുരുവി. ചിടിയ എന്നാണ് കുരുവിക്ക് പറയാം. ചിടിയ നിങ്ങൾക്കറിയായിരിക്കും. ചിടിയ ഒരു കേട്ട വാക്കായിരിക്കും. ചിടിയ എന്ന് പറഞ്ഞാൽ കുരുവി. കുരുവിൻ്റെ ശബ്ദം ഏകദേശം ചീ ചീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശബ്ദമാണ്. അതുപോലെ തന്നെയാണ് എഴുതേണ്ടത്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയല്ല ഈ ചോദ്യങ്ങൾ. എന്നാലും ഈ വാക്കുകൾ പഠിച്ചേക്കുക. ഒന്നാമത്തേത് മൈന, രണ്ടാമത്തേത് ചിടിയ. ഇനി അടുത്തത് ഏതാണ്? മൂന്നാമത്തെ ചിത്രം കാക്കൻ്റെതാണ്. കാക്ക. കാക്കൻ്റെ ശബ്ദം എങ്ങനെയാണ്? എല്ലാവർക്കും അറിയാം. കാക്കക്ക് എന്താണ് ഉറുദു പറയാം? കവ്വ. കവ്വ എന്നാണ് കാക്കക്ക് ഉറുദു പറയാം. കവ്വ. ഈ വാക്കുകൾ വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു നോട്ടിൽ എഴുതി തരാം ഈ വാക്കുകളൊക്കെ. ഇനി അടുത്തത് കബൂത്തർ. കബൂത്തർ പ്രാവ്. കബൂത്തർ എന്നാണ് പ്രാവിന് ഉറുദുവിൽ പറയാം. പ്രാവിൻ്റെ ശബ്ദം എല്ലാവർക്കും അറിയില്ലേ? ഒരു കുറുകുന്ന ശബ്ദമാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് എനിക്കറിയില്ല. അത് പ്രാവിന് മാത്രമേ കഴിയുള്ളൂ. അടുത്തത് തോത്ത. തത്തക്ക് തോത്ത എന്നാണ് പറയാം. പിന്നെ ഉള്ളത് കോഴി. കോഴിക്ക് എന്താ പറയുക? മുറുക് അല്ലെങ്കിൽ മുറുക. പിടക്കോഴിയാണെങ്കിൽ മുറുകി. ഇത് പൂവൻകോഴി എൻ്റെ ചിത്രമാണ്. നല്ല വാലും പൂവൊക്കെ ഉണ്ട്. അപ്പോൾ മുറുഹ എന്നാണ് പറയാം. പിന്നെ ഈ വാക്കുകൾ ഇതുപോലെ തന്നെ എഴുതി പഠിക്കാനാണുള്ളത്. 5ാമത്തെ ചോദ്യം. അത് നിങ്ങൾ ഓരോരുത്തരും പുസ്തകത്തിൽ എഴുതാം. ഇത്രയും കാര്യങ്ങളാണ് 30ാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.